അൽഹംദുലില്ലാ, പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. വളരെ ശ്രേഷ്ഠമായ മാസമാണ് ഈ ദുൽഹജ്ജ് മാസം. പരിശുദ്ധ ഖുർആൻ മിൻഹ അർബഅത്തുൻ ഹുറും, പവിത്രമായ 4 മാസങ്ങളെ എണ്ണുന്ന കൂട്ടത്തിൽ ഈ ദുൽഹജ്ജ് മാസത്തെ എണ്ണുന്നത് കാണാം. പഴയ ജാഹിലിയ കാലഘട്ടം മുതലേ അറബികൾ ഈ മാസത്തെ ബഹുമാനിക്കുമായിരുന്നു, ആദരിക്കുമായിരുന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം പിതാവിനെ കൊന്ന കൊലയാളിയെ തൻ്റെ കൺമുമ്പിൽ കണ്ടാൽ ഈ പവിത്രമായ മാസങ്ങളാണെങ്കിൽ പ്രതികാരം ചെയ്യാതെ, മൈൻഡ് പോലും ചെയ്യാതെ അവർ പോകുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ബഹുമാനിക്കാൻ നമ്മളോട് കൽപ്പിച്ച വസ്തുക്കളെ ബഹുമാനിക്കൽ നമുക്ക് ബാധ്യതയാണ്. പരിശുദ്ധ ഈ മാസത്തെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്നത് കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിൽ സംഭവിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളെ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പറയുന്നത് കാണാം. പിന്നെയും ധാരാളം ഹദീസുകൾ ഈ വിശുദ്ധ മാസവുമായി ബന്ധപ്പെട്ട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റൊരു ഹദീസിലുണ്ട്, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമൽ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. മാത്രമല്ല, നമ്മൾ നോക്കൂ, നിസ്കാരം, നോമ്പ്, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട എല്ലാ ആരാധന കർമ്മങ്ങളും ഈ വിശുദ്ധമായ മാസത്തിൽ ഒരുമിച്ച് സമ്മേളിക്കുന്നത് കാണാം. നമ്മൾ മറ്റു മാസങ്ങൾ, റമദാൻ മാസം എടുക്കുകയാണെങ്കിൽ റമദാൻ മാസത്തിൽ നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, സദക്കയുണ്ട്. പക്ഷേ ഹജ്ജ് ആ മാസത്തിൽ സംഭവിക്കുന്നില്ല. അങ്ങനെ ഏത് മാസം എടുത്താലും നമുക്ക് ആ മാസത്തിൽ ഹജ്ജ് ഉണ്ടാവില്ല. പരിശുദ്ധമായി ദുൽഹജ്ജ് മാസം വരുമ്പോൾ എല്ലാം നമുക്കതിൽ ഒരുമിച്ച് സമ്മേളിച്ച് വരുന്നത് കാണാം. നിസ്കാരമുണ്ട്, നോമ്പ്, സുന്നത്തായ നോമ്പുണ്ട്, അതുപോലെ തന്നെ സക്കാത്ത് നമുക്ക് കൊടുക്കാം, സദക്ക ചെയ്യാം. അതുപോലെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ഈ മാസത്തിൽ നടക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ എല്ലാ ആരാധന കർമ്മങ്ങളും ഒരുമിച്ച് ഈ മാസത്തിൽ സമ്മേളിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഈ വിശുദ്ധമായ മാസത്തിനുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം.